വെക്കേഷൻ നേരെ ആസ്വദിക്കാൻ പറ്റില്ല. അല്ല ചേച്ചി, അപ്പുക്കുട്ടനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി? അപ്പൊ അവൻ എന്നോട് പറഞ്ഞില്ലേ അവൻ 2 ദിവസമായിട്ട് അമ്മ വീട്ടിൽ പോയി നിൽക്കാണ്. അപ്പൊ എന്താണോ നീ പോവാത്തെ? എനിക്ക് അവിടെ പോയാൽ ആരുമില്ല കളിക്കാൻ. പിന്നെ എന്തിനാ ഞാൻ പോണത്? അവിടെ ഫുള്ള് ബോയ്സാ. അപ്പൊ പിന്നെ അപ്പുക്കുട്ടന് നല്ല രസാ. കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. പോയാൽ രസക്കാരൻ, പക്ഷെ ഇവിടെ കളിക്കാൻ രസം കിട്ടൂല. എനിക്ക് കളിക്കാൻ ചേട്ടന്മാരൊന്നുമില്ല. എനിക്കുണ്ടല്ലോ ചേട്ടന്മാരൊക്കെ. പിന്നെ എനിക്ക് ചേച്ചി ഉണ്ടല്ലോ, ചേച്ചിമാരുണ്ട് തോനെ. ഞങ്ങൾക്ക് നിനക്ക് ചേച്ചി ചേട്ടന്മാരൊക്കെ എവിടെ നിന്നു? എനിക്ക് അനു ചേച്ചി ഉണ്ട്, ഉണ്ണി ചേച്ചി ഉണ്ട്, ഉണ്ണേട്ടുണ്ട്, അപ്പുട്ടുണ്ട്, പിന്നെ സാര ചേച്ചി ഉണ്ട്. അപ്പൊ നിനക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചേച്ചി ആരാ? ഞാനല്ലേ? അല്ലട്ടോ, സാര ചേച്ചി അല്ലട്ടോ. എനിക്ക് അനു ചേച്ചിനെ എന്തോ ഇഷ്ടമാണ്. അന്നിമോൾ ഇന്ത്യ. ഓ, അല്ലെങ്കിലും നമ്മളൊന്നും ആർക്കും വേണ്ടല്ലോ. ആരെ എന്നെ വിഷമിക്കുന്നു വേണ്ട. സ്വന്തം അനിയത്തിയായിട്ട് ഇന്നെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ അങ്ങനെ ഇഷ്ടം. അതൊക്കെ പോട്ടെ, നമുക്ക് ഈ സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് സാധനങ്ങൾ മേടിക്കണ്ടേ? ഞങ്ങൾ നിന്റെ ഡാഡി വന്നിട്ട് നൈറ്റിൽ ഞങ്ങൾ പോകും. നൈറ്റിൽ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുള്ള ഞങ്ങൾ തിരിച്ചു വരിക. അപ്പൊ നമ്മൾ എപ്പോഴാണ് പോകുക ഉണ്ണി ചേച്ചി? ഞങ്ങൾ എപ്പോഴാണ് പോണത്? ഈ അമ്മേന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ. അച്ഛൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതും നടക്കൂല. അപ്പൊ ഞങ്ങൾ നോക്കിയോക്കാം. അമ്മ അച്ഛനും ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യാൻ, ഞങ്ങൾ മാത്രം ഇവിടെ. ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്റെ അമ്മന്റെ റെഡിയാവണം, അല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റക്ക് പോകേണ്ടി വരും. ഇന്നലെ നിന്റെ അമ്മ എന്റെ അമ്മക്ക് വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞിട്ട് തോന്നുന്നു സാധനങ്ങൾ പഠിക്കാൻ പോകുന്നു. എനിക്ക് ബാർബിയുടെ ബാഗ് മതിയല്ലോ. ഞങ്ങൾ ബാഗ് വാങ്ങാൻ പോകുന്നത് ഇപ്പൊ നമ്മളെ ടൗണിൽ പുതിയൊരു കട വന്നിട്ടില്ലേ, നിറച്ച് ബാഗൊക്കെ തൂക്കിയിട്ട് കണ്ടുക്കണം. എനിക്ക് നല്ല പറ്റി. ഞങ്ങൾ അവിടെ പോകുന്നത്. ഏത്? ഓപ്പൺ കടയെ ഇങ്ങനെ ഫുൾ ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുന്നത്. അതിന്റെ കടയിലല്ലോ, ഒരു സ്റ്റോർ പോലെ പുറത്ത് സെറ്റ് ചെയ്തിട്ടില്ലേ? ഞാനും അവളെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിരുന്നു. എന്തോ കുറെ ആൾക്കാർക്ക് വന്ന് വാങ്ങുന്നുണ്ട്. നല്ല ബാഗാ തോന്നുന്നു. ഞാനും കണ്ടിരുന്നു. അത് നല്ല ബ്രാൻഡഡ് ബാഗുകൾ അത്രേ. അത് സാധാരണക്കാർക്ക് എത്തിക്കാൻ വേണ്ടി അത്ര ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അവർക്ക് പോകട്ടെ ബാഗൊക്കെ വാങ്ങാൻ. അല്ല ഉണ്ണി, ഇത് സ്കൂളിൽ വന്നിട്ട് ആദ്യമായിട്ട് പോകില്ലേ? കരയോ? ഞാൻ കരയുന്നില്ല. എനിക്ക് സ്നാക്സ് ആക്കി തന്നാൽ മതി. അപ്പൊ നീ അത് സ്നാക്സ് കഴിക്കാനാണ് പോണത്? അമ്മ പറഞ്ഞല്ലോ, എന്താ ചേച്ചിക്ക് അന്ന് ടിഫിൻ കൊണ്ടേ കൊടുക്കും, സ്നാക്സ് ഒക്കെ വാങ്ങി കൊടുക്കുമ്പോൾ എനിക്കും എന്നെ LKG ചേർത്ത് തരാൻ പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് സ്കൂൾക്ക് പോകണത് നല്ല ഇഷ്ടം. എല്ലാവരും ചിരിക്കുന്നേ, എന്തിനാ എന്നെ കളിയാക്കുന്നത്? ഒന്നുമില്ല ഉണ്ണി, അത് വർത്താനം കേട്ടിട്ട് ചിരിച്ചതാ. നീ സ്നാക്സ് കഴിക്കാൻ പോയത് മങ്ങനെയാണെങ്കിൽ 2 ദിവസം പോയാൽ പിന്നെ പോകില്ല. അതെന്താ ഞാൻ പോകുള്ളൂ? നല്ല കുട്ടി, എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാകും. അപ്പൊ ഞാൻ പോകുള്ളൂ. അവിടെ കുറേ ടീച്ചർമാരുണ്ടാവും, പഠിപ്പിച്ചിട്ട് തല്ല് ശരിയാക്കുന്നു. എന്നെ തല്ലിയാ ഞാൻ പോലീസിൽ കേസ് കൊടുക്കും. ഏത് പോലീസിന്റെ പോയി പറയാ? നമ്മുടെ മനു അങ്കിളിനോട് പോയി പറയും ടീച്ചറിനെ ജയിലിലിടാനേ. മനു പണ്ട് ടീച്ചറിനെ ജയിലിടാൻ വരിക. അനു ചെവിടെയാണ്? മനു ഞങ്ങൾ ടീച്ചറിനെ ഒന്ന് ജയിലിടാൻ പറയണേ ഉർമിയെ. ചേച്ചി അഞ്ഞത് വിളിക്കണോ? ഞാൻ കേട്ടു. വല്ല പണി പറയാനാ കാര്യം. ഞാൻ ചോദിച്ചപ്പെടുന്ന പോകാൻ ഈ ഉർമിയുടെ തമാശയും കേട്ട് ഇവിടെ ചിരിച്ചു വിൽക്കാൻ എനിക്ക്. അവൾക്ക് വല്ല കുസിലുണ്ടോ ഓളെ വിളിച്ചതെന്നുള്ളത്? അമ്മ പിന്നെ ഞങ്ങൾ ഇവിടെ ഉർമിയുടെ തമാശ കേട്ട് ചിരിച്ചു നിൽക്കായിരുന്നു. എന്താ ഉർമി അതിമാത്രം തമാശ പറഞ്ഞത്? അത് പിന്നെ ഉണ്ടല്ലോ ആന്റി, ഉർമി ഉണ്ടല്ലോ സ്കൂൾക്ക് പോകുന്നത് സ്നാക്ക് കഴിക്കാനത്രേ. പിന്നെ ഉർമി സ്നാക്ക് കഴിക്കാനാ പോകുന്നത്? നമുക്ക് പേയിലും തിരിച്ചാൽ മതിയത്. അപ്പൊ അമ്മ പറഞ്ഞല്ലോ സ്കൂൾക്ക് പോകുമ്പോ സ്നാക്ക് ആക്കി തരാമെന്ന് പറഞ്ഞല്ലോ. അത് ശരി, അതിനകത്ത് സ്കൂൾക്ക് പോണത് അവിടെ ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് പഠിച്ചാനത് പോണതേ. പിന്നെണ്ടല്ലോ ലക്ഷ്മി ആന്റി, ഇവളിട്ടത് ഞങ്ങൾ പറഞ്ഞു കേട്ടോ, എന്റെ ടീച്ചർമാർ പഠിപ്പിച്ച തല്ലൊക്കെ ചെയ്യുന്നു കണ്ടോ. ആ കുട്ടി സ്കൂൾക്ക് പോണേന്റെ മുമ്പ് നിങ്ങൾ അതിന് പേടിപ്പിച്ചോളി ഇങ്ങോട്ട്. അത് കേൾക്കമ്മേ. അപ്പോൾ ഓള് പറയാണ് ഓളെ മഞ്ഞങ്കിൾ പോയിട്ട് ടീച്ചറിനെ കുറിച്ച് ജയിലിടോ തല്ലാത്രേ. നല്ല കൂട്ടായി പോയി. മഞ്ഞങ്കിളെ ആരാ മഞ്ഞങ്കിൾ ഉണ്ണിയെ? മഞ്ഞങ്കിൾ അമ്മന്റെ അനിയന്, ഞങ്ങളെ മാമനാ പോലീസാ. പറഞ്ഞത് ഓർമ്മയുണ്ട്. അത് ശരി, ടീച്ചർമാരെ പിടിച്ചിട്ടാണ് എന്റെ മാമനക്ക് പണി. എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. അച്ചടാ, ലക്ഷ്മി ആന്റിന്റെ ഉണ്ണിന് ആര് പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഉണ്ണി? കുഞ്ഞിന് ആരെ കളിയാക്കി ഉണ്ണി? ആവശ്യമില്ലാതെ ചുറ്റാൻ നിൽക്കണ്ട. അപ്പൊ ലക്ഷ്മി ആന്റി തിരിക്കണേ? ഓ, ലക്ഷ്മി ആന്റി തിരിക്കാതെ ദേവി ഉണ്ണിനെ കളിയാക്കിയിട്ട് ഞാൻ ചിരിക്കോ? ഇല്ലോ ഉണ്ണിയെ ഞാൻ ചിരിക്കൂല. എന്റെ ഉണ്ണിക്കുട്ടിയെ അവളേക്ക് ചിരിക്കണ്ട പറ. അല്ല അമ്മ എന്തിനാ എന്നെ നേരത്തെ വിളിച്ചു? കേൾക്കാണ്ടല്ല, കേൾക്കാതെ പോലെ അഭിനയിച്ച. ആന്റി ഓൾ പറഞ്ഞു അമ്മ നേരെ പണിക്കാരെ വിളിക്കാൻ കേൾക്കുന്നില്ലാന്ന്. എനിക്ക് തോന്നി. അമ്മ എന്തിനാ വിളിച്ച് പറയേ? ഇന്നലെ ഉണ്ണിയുടെ അമ്മ വിളിച്ചു, ഉണ്ണിക്കുട്ടന്റെയും ഉണ്ണിമോളിക്ക് അമ്മ വിളിച്ചു. എനിക്ക് സ്കൂൾക്ക് തുറന്ന് തുറക്കുമ്പോഴത്തേന് ടിഫിൻ ബോക്സും സ്നാക്സ് ബോക്സും വെള്ളക്കുപ്പിയും കൊടിയും ബേഗൊക്കെ വാങ്ങണ്ടേ? അതിന് വെച്ചിട്ട് എപ്പോഴാ പോണത്? അന്ന് വൈകുന്നേരം പോകാച്ചിട്ടാ. ആന്റി നമുക്കിപ്പോ ടൗണിൽ കടയ്ക്ക് പോകാട്ടോ, അവിടേക്കേ പോകാൻ പറ്റുള്ളൂ. എന്റെ അമ്മ അവിടെ തന്നെ പോകാൻ പറഞ്ഞത്. അവിടെ എന്താ ബ്രാൻഡ് സാധനങ്ങൾ അത്ര കിട്ടുന്നത്? എന്തോ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ പറഞ്ഞു അത്രേ. അമ്മേ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞു അവിടെ നല്ല ബ്രാൻഡ് സാധനം കിട്ടുന്നത്, നല്ല സാധനങ്ങൾ കിട്ടുന്നത്. അതൊക്കെ എവിടെ ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. അത് പിന്നെ ഞാൻ ഉണ്ണിമോളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടതാ. അത് ശരി, ഞാൻ വിചാരിച്ചു അണക്കുണ്ട് ഇൻസ്റ്റാഗ്രാം, എനിക്ക് മാത്രമല്ലാത്തത്. അമ്മ നമുക്ക് തുടങ്ങി തരുമോ? ഞാൻ തുടങ്ങി തരാമേ. ഇച്ചൊന്ന് വേണം. നമ്മൾ സുനിച്ചേച്ചി പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെയോ കാണാം, നമുക്ക് സമയം പോണതേ അറിയില്ല. ഇച്ചൊന്ന് വേണം. അല്ല ഞാൻ സാറിനെ കണ്ടപ്പോ നിങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ പിന്നാലെ ബാഗൊക്കെ മേടിക്കാൻ. എന്റെ അമ്മേനെ കൂട്ടി പോകാലോ. അത് നിങ്ങൾക്ക് മേക്കണം എന്നുണ്ടെങ്കിൽ നല്ല പണിയാ. എന്റെ അമ്മയുടെ ഉണ്ടെങ്കിൽ ഒന്ന് സഹായത്തിന് ആളായാലും. ഞങ്ങളൊന്നുമില്ല നിങ്ങളപ്പോ. ഞങ്ങൾ എന്റെ ഡാഡി ബാങ്കിൽ നിന്ന് വന്നിട്ട് ഞങ്ങൾ കാറിൽ പോകും, എന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വരാ പറഞ്ഞു ഡാഡി ഇന്ന് രാവിലെ പോകുമ്പോൾ. ഓളൊരു മണിയാണ് കാറിൽ എന്താച്ച പോയിക്കോട്ടെ. ചീക്കുട്ടിയെ നോക്കാൻ വലിയ പണിയൊന്നുമില്ല. അല്ല അമ്മേ, അപ്പൊ അപ്പുക്കുട്ടിനുള്ള ബാഗ് എന്താ കാട്ടുക? ഞാൻ അങ്ങനെ വിളിച്ചിരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ ബാഗ് മേടിച്ചാൽ അങ്ങോട്ട് പോരുന്നു. അപ്പൊ അവിടുത്തെ ഏട്ടന്മാരൊന്നും അവനോട് വിടുന്നില്ല. അവൻ കടന്ന് ബാഗ് മേടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് രാവിലെ പോയി ബാഗ് മേടിച്ചു കൊടുക്കുന്നത്. എനിക്കറിയില്ല, ഇനി പോനിക്ക് നമ്മൾ മേടിച്ചൊന്നും വേണ്ട, നമുക്ക് മേടിച്ചിട്ട് വരാൻ. ഞാൻ പോകും അവിടേക്ക്. എനിക്കും വേണം ഏട്ടന്മാർ മേടിച്ച ബാഗ്. അപ്പൊ എന്താ ഞാൻ മേടിച്ച ബാഗ് പറ്റൂലേ? ഏട്ടന്മാർ മേടിച്ചാൽ നിങ്ങൾ വെക്കുക. അവൻ ഇവിടെ വന്നാൽ അവനക്ക് അതും മേടിച്ചു കൊടുക്കൂലേ? പറ്റൂല. പിന്നെ ഓരോ പറഞ്ഞാൽ കേൾക്കാതെ എന്നിട്ട് എനിക്ക് മേടിച്ചെടുക്കാൻ നിൽക്കുക. ചെറിയ മുണ്ടാതിരുന്നാടി. നമുക്ക് മേടിച്ചിട്ട് വരുമ്പോൾ എന്തെങ്കിലും തിന്നിട്ട് ഫോട്ടോ അയച്ചു. അപ്പൊ ഇവിടെ പൂജ അത്രക്കൊന്നും കണ്ടിട്ടോ. അത് എന്റെ കുട്ടിങ്ങാണ്. എന്റെ അമ്മ അവിടെ ഏട്ടന്മാരൊക്കെ ഉണ്ട്, അവിടെ എല്ലാതും മേടിച്ചു കൊടുക്കും.
ആക്കൊണ്ട് പോയിക്കൂടാന്നില്ലേ ഏട്ടന്മാരെ എത്ര വിളിച്ചതാ അതിന്റെ ഡ്രസ്സൊക്കെ എടുത്തോണ്ട് പുറത്തേക്ക് വിളിച്ചു കൊണ്ടതില്ലേ ഇത് പോവായിട്ടല്ലേ അത് പിന്നെ അമ്മേ എനിക്ക് കളിക്കാൻ അവിടെ ആരുമില്ല പിന്നെ എന്താ അവിടെ ഏട്ടന്മാരൊന്നും ഉള്ളത് കളിക്കാനുള്ളതല്ലേ പിന്നെ ചേച്ചിമാരും ഡോലപ്പെട്ട് കളിച്ചാൽ മതി അതങ്ങനെയല്ല ആന്റി ഞങ്ങളിപ്പം കളിക്കുന്ന സുഖം വേറെ എവിടെയും കിട്ടൂല നിങ്ങളൊരു വലിയ ആൾക്കാർ എന്താച്ചായിക്കോട്ടെ നിങ്ങൾ വൈകുന്നേരം ആകുമ്പത്തിന് മാറ്റി നിൽക്കും വെജ് ഒക്കെ ഇനി മേക്കാന് തന്നെ വേഗം വാങ്ങാൻ പോകില്ല ആ ഇത് ഞാൻ ഇപ്പൊ വന്ന് പറയാൻ കാരണം നീ ഇജങ്ങാനും കളിച്ചാൽ കൊണ്ട് പോയിട്ട് എന്റെ പിന്നാലെ വരാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പേ കാണിച്ചു തരാട്ടോ ഉണ്ണിക്കുട്ടാ ഈ ഞാനൊന്നും ഇല്ല ഞാൻ വേഗം വാങ്ങാൻ വരിക ആ അത് പോകുക ഞാൻ കാണിച്ചു തരാം എന്റെ അമ്മന്റെ നിനക്ക് കേൾക്കാം എന്നെ പിടിച്ച് കെട്ടും കിടുമതി അമ്മനെ കാണാൻ തോന്നുന്നുണ്ടാന്റി മോളുടെ അമ്മ മോൾക്ക് കുറേ സാധനങ്ങൾ വാങ്ങാൻ പൈസ ഉണ്ടാക്കാൻ പറ്റില്ലേ നമുക്ക് അമ്മ ഓഫീസിൽ വന്നിട്ട് വിളിക്കാട്ടോ ആ മിസ്സിന്റെ പക്ഷെ എനിക്ക് ആന്റി ഉണ്ടല്ലോ